ആവശ്യമായ സാധനങ്ങൾ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 4 ഈന്തപ്പഴം, 3 ചെറി മുറിച്ച് വച്ചിരിക്കുന്നത്, ട്യൂട്ടി ഫ്രൂട്ടി, ഗ്രാമ്പൂവിൻ്റെ പൊടി, കശുവണ്ടി, ഓറഞ്ച് തൊലി എന്നിവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലാദ്യം നമുക്ക് കാരമലൈസേഷൻ ചെയ്യേണ്ടത് ഉണക്കമുന്തിരി, പിന്നെ ഈന്തപ്പഴം, ചെറി, ട്യൂട്ടി ഫ്രൂട്ടി, ഒരു നുള്ളു ഗ്രാമ്പു എന്നിവയാണ് നമ്മൾ ആദ്യമായി കാരമലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് കാരമലൈസേഷൻ ചെയ്തിട്ട് നമുക്കിനി നോക്കാം. ഇതാണ് നമ്മുടെ മെഷർമെന്റ് കപ്പ്. ഇത് അരക്കപ്പാണ്. ഈ അരക്കപ്പിൽ നമ്മൾ ചുവട് കട്ടിയുള്ള അലുമിനിയം പാത്രത്തിലാണ് നമ്മൾ കാരമലൈസേഷൻ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിൽ കാരമലൈസേഷൻ ചെയ്യാൻ അരക്കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഇനി അരക്കപ്പ് നമ്മൾ പൊടിക്കാനായിട്ട് എടുക്കുന്നു. ഇത് അരക്കപ്പ് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്യാനെടുത്ത കാരമലൈസേഷൻ ചെയ്യാൻ വേണ്ടി എടുത്ത പഞ്ചസാരയാണ്. ഇതിന് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് വീതം വെള്ളം ഒഴിക്കുന്നതാണ്. നമ്മുടെ പഞ്ചസാര ബ്രൗണിഷ് കളറായി. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഒരേ പത രൂപപ്പെടും. അപ്പോഴാണ് നമ്മൾ ഇനി ഇതിൽ കുറച്ച് വീതം വെള്ളം ഒഴിക്കുന്നത്. ഇപ്പോൾ പത വരാൻ സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചൂടുവെള്ളം ഇതിലേക്ക് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കുന്നതാണ്. പത വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാരമലൈസേഷൻ ചെയ്യേണ്ട സാധനങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ആദ്യമായി നമ്മൾ ഇടുന്നത് ഉണക്കമുന്തിരിയാണ്. അടുത്തതായി നമ്മുടെ ഈന്തപ്പഴമാണ് ഇടുന്നത്. ട്യൂട്ടി ഫ്രൂട്ടി, ചെറി, ഇനി ഒരു നുള്ള് ഗ്രാമ്പുവിന്റെ പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ തണുക്കാൻ വെക്കും. തണുക്കാൻ വെച്ചിരിക്കുന്ന നമ്മളെ പഞ്ചസാര ലായനിയാണ്. ഇത് നമ്മുടെ മൈദ മാവാണ്. ഇത് നമ്മൾ 2 കപ്പ് എടുക്കണം. ഇനി 1 കപ്പും കൂടെ വേണം. അതിനുശേഷം 1 നുള്ള് ഉപ്പ്, ബേക്കിംഗ് സോഡ, ഇതും 1 നുള്ള് മതി. ഇതൊരു സ്പൂണ്, 1/4 സ്പൂൺ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നമ്മളിത് അരിച്ചെടുക്കണതാണ്. ഇതിന് 2 വട്ടം കൂടെ അരിച്ചെടുക്കണം. നമ്മൾ ബീറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനെ നമ്മൾ 2 മുട്ട ഇതില് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര പൊടിയും അത് കഴിഞ്ഞിട്ട് സൺഫ്ലവർ ഓയിലും വാനില എസൻസും ഒഴിക്കുന്നതാണ്. സൺഫ്ലവർ ഓയിലെങ്കിൽ ഒലിവ് ഓയിൽ ആയാലും മതി. അടുത്ത
നമുക്ക് ബീറ്റിംഗ് ചെയ്തിട്ട് കാണാം. അടുത്താണ് നമ്മൾ പഞ്ചസാരയാണ് ഇടുന്നത്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇടുക. നന്നായി ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് ഒരടപ്പ് വാനില എസൻസ് ചേർക്കുക. ഇനി അല്പസമയം നന്നായി ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. നന്നായിട്ട് ഇത് നമ്മൾ ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ടയുടെ സ്മെല്ല് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ കണ്ടെയ്നറിൽ അല്പം സൺഫ്ലവർ ഓയിൽ തടവിയതിനു ശേഷം കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് നമ്മുടെ ബട്ടർ പേപ്പർ അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേക്കിനായുള്ള ബാറ്റർ തയ്യാറാക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ബീറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മുട്ടയും നേരത്തെ തണുക്കാൻ വേണ്ടി വച്ചിരുന്ന നമ്മളെ കാരമലൈസേഷനും മിക്സ് ചെയ്ത് നമ്മൾ ഇനി കണ്ടെയ്നറിൽ ഒഴിക്കുന്നു. ഈ ബാറ്ററിലേക്ക് നമുക്കിനി ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയതും കശുവണ്ടിയും പിന്നെ ഗ്രാമ്പൂവിൻ്റെ പൊടിയും നമുക്കിതിലേക്ക് ഇടാം. അതിനുശേഷം നമ്മൾ ഇനി മൈദപ്പൊടി അല്പം വീതമാണ് ഇടുന്നത്. അല്പമായി നമുക്കിനി ഇതിലേക്ക് മൈദ നമുക്കിനി ആഡ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ പ്ലം കേക്കിന്റെ ബാറ്റർ. ഇത് നമുക്കിനി ഈ ബട്ടർ പേപ്പർ വെച്ച കണ്ടെയ്നറിലേക്ക് മാറ്റാം. അടുത്തതായി നമ്മൾ ഡെക്കറേഷൻ പരിപാടിയാണ്. നമ്മളെ മുന്തിരിയും കശുവണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഇടുന്നത്. അതായിരിക്കും എല്ലാവരുടെ കയ്യിലും ഉള്ളത്. ഓവൻ ഇല്ലാത്തതിനാൽ നമ്മളൊരു വലിയ പാത്രത്തിനകത്താണ് ഈ കണ്ടെയ്നർ ഇറക്കി വയ്ക്കുന്നത്. നമ്മൾ ഈ ബാറ്ററി നമ്മളുടെ ചരുവത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. മിഡിൽ ഫ്ലെയിമിലാണ് നമ്മളിത് കത്തിക്കേണ്ടത്. നമ്മളിനി ഈ ചരുവ അടച്ച് അതിൻ്റെ പുറത്തൊരു വെയിറ്റ് കൊടുക്കുന്നതാണ്. ഇതിൽ വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഇതിൽ വരും. തണുത്തതിന് ശേഷം നമ്മൾ ആ കണ്ടെയ്നറിൽ നിന്നും മാറ്റിയ കേക്കാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.